Hi everyone, welcome back to our channel Aspiram Education. This is Dr. Fauziya Ahmed. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളുണ്ട്, അതായത് കംപ്ലീറ്റ്ലി എത്ര ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളുണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എണ്ണം മാത്രമല്ല, എവിടെയൊക്കെയാണ്, എത്രയൊക്കെ സീറ്റുകളാണ്, അതുപോലെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന കോളേജ് ഏതാണ്, അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണെന്നും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും അവിടെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിറ്റി എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് എന്നൊരു കോഴ്സ് വരുമ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ തന്നെയായിരിക്കും. അതിൻ്റെ മോസ്റ്റ് ബേസിക് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ട്യൂഷൻ ഫീസാണ്. കാരണം വളരെ ചെറിയൊരു ട്യൂഷൻ ഫീസ് മാത്രമാണ് കുട്ടികൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ പഠിക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. അതുമാത്രമല്ല, ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അത്രയും അടിപൊളിയായിട്ടുള്ള പേഷ്യൻ്റ് എക്സ്പോഷർ, അത്രയും കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലും കുട്ടികൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ തന്നെ ചൂസ് ചെയ്യാൻ കാരണവും. കേരളത്തിൽ ടോട്ടലി 14, അതായത് 14 ഗവൺമെൻറ് കോളേജുകളാണ്, നഴ്സിംഗ് കോളേജുകളാണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് കോളേജുകളാണ്, അതായത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള നഴ്സിംഗ് കോളേജുകളാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഏതൊക്കെയാണ്, ഏതൊക്കെ ജില്ലയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, എത്ര സീറ്റുകൾ ഉണ്ടെന്നാണ്. നമ്മളിവിടെ പറയാൻ പോകുന്നത് 2025-2026 അഡ്മിഷനിൽ ഡിസംബറിലേക്ക് ലാസ്റ്റ് അപ്രൂവ്ഡ് ലിസ്റ്റ്, അതായത് കംപ്ലീറ്റ്ലി അപ്രൂവ്ഡ് ആയിട്ട് വന്ന് LBS ലിസ്റ്റ് പ്രകാരമുള്ള കോളേജിൻ്റെ എണ്ണവും അതുപോലെ തന്നെ സീറ്റിൻ്റെ എണ്ണവുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ കോളേജുകളും അതുപോലെ തന്നെ കോളേജിൻ്റെ സീറ്റും പറയാം. ഫസ്റ്റ് വരുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴയാണ്. ഇവിടെ 80 സീറ്റുകളാണ് ടോട്ടലി ഉള്ളത്. മാനേജ്മെൻറ്റ് സീറ്റ് ഇല്ല, കംപ്ലീറ്റ്ലി മെറിറ്റ് സീറ്റുകളാണ്. നെക്സ്റ്റ് വരുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കണ്ണൂരാണ്. ഇവിടെയും 80 സീറ്റുകളാണ്. മാനേജ്മെൻറ്റ് സീറ്റ് ഇല്ല, മെറിറ്റ് സീറ്റ് മാത്രമാണുള്ളത്. അടുത്തത് വരുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോഴിക്കോടാണ്. ഇവിടെയും 80 സീറ്റുകളാണ്. നെക്സ്റ്റ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയം, അതുപോലെ തന്നെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തൃശ്ശൂർ. ഇവിടെയും 80 സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ എബോവ് പറഞ്ഞ ഇത്രയും കോളേജുകളിലായിട്ട് ടോട്ടലി 80 സീറ്റുകളാണ് വരുന്നത്. അതിന് പ്രത്യേകം ഇന്ന റിസർവേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത കോളേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോളേജാണ് ഏറ്റവും മോസ്റ്റ് സീറ്റുകളുള്ള കേരളത്തിലെ നഴ്സിംഗ് കോളേജ്, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം. ടോട്ടലി 190 സീറ്റ്, അതായത് 190 സീറ്റുകളാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രത്തുള്ളത്. അതിൽ തന്നെ 90 മെയിൻ സീറ്റുകളും 100 അനക്സ് സീറ്റുകളുമാണ് ഉള്ളത്. അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് എറണാകുളമാണ്. ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് 80 സീറ്റുകളാണ് എറണാകുളത്തും വരുന്നത്. അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കൊല്ലം, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് മഞ്ചേരി, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കാസർഗോഡ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇടുക്കി, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് വയനാട്. ഇത്രയും ലിസ്റ്റിലും 60 സീറ്റുകൾ വീതമാണ് കുട്ടികൾക്കുള്ളത്. ഇതും മെറിറ്റ് സീറ്റുകളാണ്, അല്ലാണ്ട് മാനേജ്മെൻറ്റ് സീറ്റുകളല്ല. ഇനി ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് തൊട്ട് താഴെയായിട്ട് കൂടുതലും നഴ്സിംഗ് സീറ്റുകൾ നിൽക്കുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഓഫ് പാലക്കാടാണ്. ഇതിലൊരു റിസർവേഷനും കൊടുത്തിട്ടുണ്ട്, അതായത് ടോട്ടലി 100 സീറ്റുകളാണ് പാലക്കാട് ഉള്ളത്. അതിൽ തന്നെ 40 സീറ്റ് SC കമ്മ്യൂണിറ്റിക്കായിട്ട്, അതായത് SC റിസർവ്ഡ് കമ്മ്യൂണിറ്റിക്കായിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന 40 സീറ്റുകളാണ്. ബാക്കി 60 സീറ്റുകളാണ് റിസർവേഷൻ ഇല്ലാത്ത സീറ്റുകൾ വരുന്നത്. ഇതും കംപ്ലീറ്റ്ലി മെറിറ്റ് ആണ്, അല്ലാണ്ട് മാനേജ്മെൻറ്റ് സീറ്റ് ഇല്ല. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഏതൊക്കെ കോളേജുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ട്രിവാൻഡ്രം ആയിരിക്കും. രണ്ടാമത് കോഴിക്കോടാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് കോട്ടയമാണ്. ഈ 3 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളാണ് കൂടുതലും കുട്ടികൾ റാങ്ക് ലിസ്റ്റ് അവർ അലോട്ട്മെൻറ്റ്സ് കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാം പ്രിഫർ ചെയ്യുന്നത്. മാർക്ക് ഏറ്റവും ഇൻഡെക്സ് സ്കോർ ഏകദേശം 300 അല്ലെങ്കിൽ ഒരു 299 ഒക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് കൂടുതലും വരുന്നതും ഈ 3 കോളേജുകളിലായിരിക്കും അലോട്ട്മെൻറ്റ്സ് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലാ നഴ്സിംഗ് കോളേജുകളും നല്ല കോളേജുകളാണ്. പക്ഷേ എന്നിരുന്നാലും ഈ 3 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളാണ് കുട്ടികൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാറുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കാറുള്ളതും ഈ ഒരു 3 കോളേജിലേക്കായിരിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് ഒരുപാട് തവണ പറഞ്ഞു, ഇവിടെ കംപ്ലീറ്റ്ലി മെറിറ്റ് സീറ്റാണ്, ഇവിടെ മാനേജ്മെൻറ്റ് സീറ്റ് ഇല്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ പേരൻസും ഒരുപാട് സാധാരണക്കാർ കമൻറ്റിലായിട്ടും അല്ലെങ്കിൽ നമ്മളോട് വിളിച്ചും ചോദിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിൽ എങ്ങനെയാണ് സീറ്റ് കിട്ടുന്നത്, നമുക്ക് ഇത്ര ശതമാനം മാർക്ക് മതിയോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലാണ്ട് മാനേജ്മെൻറ്റ് സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടുമോ,
അതൊരിക്കലും ഇല്ല. കംപ്ലീറ്റ്ലി ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ LBS ത്രൂ ആണ് അഡ്മിഷൻസ് നടക്കുന്നത്. ഈ LBS ത്രൂ അഡ്മിഷൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ LBSൽ അപ്ലൈ ചെയ്ത് ഇൻഡെക്സ് സ്കോർ പ്രകാരമാണ് അതിൽ റാങ്ക് ലിസ്റ്റ് വന്നാണ് എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ എന്താ പറയുക അഡ്മിഷൻസ് കിട്ടുന്നത്. ഇതിൽ തന്നെ ഏകദേശം നമ്മൾ ഈ പറയുന്ന 300 ടോട്ടൽ ഇൻഡെക്സ് സ്കോറിൽ ഏകദേശം ഒരു 299 297 ആ ഒരു റേഞ്ചുള്ള കുട്ടികൾക്കാണ് കൂടുതലും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ കിട്ടുന്നത്. അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്ക് കൂടുതലും പോകുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കോ അല്ലെങ്കിൽ CPASന് അണ്ടറിലുള്ള കോളേജിലേക്കോ ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മളോട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഈ കേരളത്തിൽ നഴ്സിംഗ് അഡ്മിഷനായിട്ട് നീറ്റും കീമും ആവശ്യമാണെന്നുള്ളത്. നീറ്റും കീമും ആവശ്യമില്ല. കാരണം ഇപ്പം തന്നെ കീമിൻ്റെ നോട്ടിഫിക്കേഷനും അത് വന്നു, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ സമയവും കഴിഞ്ഞു. അതിൽ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നഴ്സിംഗിനൊരു നോട്ടിഫിക്കേഷൻ ആ സർക്കുലറിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കീമിൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ ഇതുവരെയും കീം വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നീറ്റും കേരളത്തിൽ ഇതുവരെ നഴ്സിംഗ് അഡ്മിഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം അതായത് 2025 2026 അഡ്മിഷനിലും LBS ത്രൂ തന്നെയാണ്, അല്ലെങ്കിൽ PNC മാക്ക് പോലുള്ള സംഘടന ത്രൂ തന്നെയാണ് നഴ്സിംഗ് അഡ്മിഷൻ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അതുപോലെ തന്നെ നടന്നു. കാരണം ഇതുവരെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ കീമും നീറ്റും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കേരളത്തിലെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിനെ പറ്റിയിട്ടും അതിൻ്റെ എത്രയൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിൽ 1000+ സ്റ്റുഡൻസും പേരൻസും ഉണ്ട്. നമ്മൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം നോട്ടിഫിക്കേഷൻസ്, എപ്പോഴേക്കാണ് എക്സാംസ്, നിങ്ങൾ എപ്പോഴേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ ഒരു കോളേജ് എങ്ങനെ ചൂസ് ചെയ്യാം, അതുപോലെയുള്ള നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ, ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ട് എന്തിലേക്കായിരിക്കും പ്രൊഫഷൻസ് നയിക്കുന്നത്, ഇതുപോലെയുള്ള ഒരുപാട് ഡൗട്ടുകൾക്ക് നമ്മൾ കുട്ടികൾക്ക് ഫ്രീ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മാത്രം മതിയാവും. അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തേക്കാം. യു ക്യാൻ ജോയിൻ ടു ദറ്റ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട്. കാരണം ഇതൊരു അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.